പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടിക്കേറ്റുന്ന അടുത്ത നാടകം ഇത് കണ്ടില്ലേ ഈ ഓരോരുത്തർ വന്നിരുതാ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മധുരയിലും ഇതേപോലെ തന്നെ ഒരു തർക്കമന്ദിരം നിലനിൽക്കുന്നുണ്ട്. ഹബീബിനറിയാം, നമുക്കറിയാം കേരളത്തിലുമുണ്ട്. കുഴപ്പമില്ല. ചേരമാൻ ജുമാ മസ്ജിദും വാവരു പള്ളി പോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഹിന്ദു സങ്കല്പത്തിന്റെയും അല്ലെ സനാതന ധർമ്മത്തിന്റെയും മുകളിൽ അതിനെ തകർത്തുകൊണ്ട് തന്നെയാണ് നിലനിന്നു പോകുന്നത്. ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങളും പഴയ കൊട്ടാരങ്ങളും ഒക്കെ കൈയടക്കിയ ഇസ്ലാമിക തീവ്രവാദികൾ കൈയടക്കിയതിന്റെ ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന നിരവധി മുസ്ലിം പള്ളികൾ. നമുക്കറിയാം വാവരു പള്ളി, നൈനാർ പള്ളി എന്ന വാവരു പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന നൈനാർ പള്ളി, അവിടെ നടക്കുന്നത് പോലും ഹിന്ദുവിന്റെ അല്ലെ സ്വാമി മണികണ്ഠനെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തരുടെ പോക്കറ്റിലെ പണമാണ്. അവരെടുക്കുന്നതും ഈ പണമൊക്കെ അവരെങ്ങോട്ട് കൊണ്ടുപോകുന്നു? നാം ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണത്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? ഹിന്ദു സമൂഹത്തിന്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള അല്ലെ SDP പോലെയുള്ള ചില തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അത്രയ്ക്കൊന്നും വേണ്ട ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത്. ശബരിമലയ്ക്ക് പോകുന്നവർക്കറിയാം അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. സർക്കാർ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അവിടെ വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. അപ്പോഴും ഹിന്ദുവിന്റെ പോക്കറ്റിലെ പണം പക്ഷെ അവർക്ക് വേണം. കേൾക്കാൻ തുടങ്ങിയിട്ട് തർക്കമന്ദിരങ്ങൾ എവിടെയായാലും പൊളിക്കപ്പെടുക തന്നെ ചെയ്യണം. അധികം വൈകാതെ തന്നെ നമുക്കൊന്ന് മധുരയിൽ കാണാൻ സാധിക്കും. കേരളത്തിലും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നവരാരായാലും അവരെ നാം അംഗീകരിക്കാൻ പാടില്ല. വാവരു പള്ളിയിലടക്കം ഹിന്ദുവിന്റെ പോക്കറ്റിലെ ഒരൊറ്റ രൂപ പോലും നിക്ഷേപിക്കാൻ പാടില്ല. ശബരിമലയിൽ പോകുന്നവർ പൂർണ്ണമായിട്ടും ശബരിമലയെ മാത്രം ആശ്രയിച്ച് ഭഗവാൻ മണികണ്ഠനെ മാത്രം കാണാൻ പോവുക. ഇനി അതുണ്ടാവരുത്. നമ്മളുടെ കടകളിൽ നിന്നും സാധനം വാങ്ങുക. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ പേരിൽ വാവരു പള്ളി പോലുള്ള തട്ടിപ്പുകളിൽ പോയി പണം നിക്ഷേപിക്കാതിരിക്കുക. പോയടാ അവിടുന്ന്. ഫ്രീ ആയിട്ട് വിൽക്കാൻ പറ്റിയ സാധനമാണല്ലോ വർഗീയത. ഓൺലൈനിൽ നല്ലോണം വിറ്റുകൊണ്ട് ജീവിച്ചോ. നമ്മളുടെ ആൾക്കാർ നമ്മൾക്ക് സാധനം തരട്ടെ. എത്രയോ ഹിന്ദു കുടുംബങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ട്. ഒരു പള്ളിയിൽ നിന്നോ ഒരു സ്ഥലത്തു നിന്നോ അവർക്ക് അങ്ങോട്ട് ആഹാരം എത്തിക്കില്ല. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. കാരണം ഭക്തന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ആ ഐതിഹ്യത്തിലുള്ളത് അത് അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഭക്തന്മാർ. അങ്ങനെ അംഗീകരിക്കാത്തവരെയാണ് നമ്മൾ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത്. കാരണം അവരുടെ ഏക ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ ഭിന്നത വരുത്തിക്കൊണ്ട് കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നുള്ളതാണ്. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യമുണ്ട്.